നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് കുനിയയിൽ സമസ്തയിലെ വിഭാഗത്തിന്റെ 100-ാം വാർഷിക സമ്മേളനം കഴിഞ്ഞിട്ടുള്ളത്. അന്ന് ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു 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 പ്രസംഗം നടത്തുകയുണ്ടായി, ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അത് ഇത്തരത്തിലാണ്: സമസ്തയിൽ നിന്ന് വിട്ടുപോയ സംഘടനകളൊക്കെയും മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്നും ഗർ വാപ്പസി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുകൊണ്ട് അവർ തിരിച്ച് അവരുടെ പോയ മാതൃസംഘടനയിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന പിന്നീട് വളരെ വിശാലമായി ചർച്ചയാക്കപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുന്നികൾ തമ്മിലുള്ള ഐക്യത്തെ പറ്റിയും സുന്നികൾ ഐക്യപ്പെടുന്നതിന് ഇരുവിഭാഗവും തയ്യാറാണെന്നും പല ചർച്ചകളും മുന്നോട്ട് പോകുന്നതിൻ്റെയൊക്കെ ഇടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ 100-ാം വാർഷിക സമ്മേളനത്തിനൊടുവിൽ ഇത്തരത്തിൽ കാന്തപുരം വിഭാഗത്തെ, വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഗർ വാപ്പസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ ഒരു പ്രസംഗത്തിന് ശേഷം പത്രമാധ്യമങ്ങൾ കാന്തപുരം ഉസ്താദിനോട് ചോദിച്ചു, ഇത്തരത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സുന്നികൾ ഐക്യപ്പെടണമെന്നും സുന്നികൾ മാതൃസംഘടനയിലേക്ക് വിട്ടുപോയവരൊക്കെ തിരിച്ചു പോകണമെന്നും ഒക്കെയുള്ള ആഹ്വാനം നടത്തിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് സുന്നികൾ ഐക്യപ്പെടുന്നതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ എല്ലാം 14-ാം തീയതി കോട്ടക്കലിൽ വെച്ച് പറയാമെന്നായിരുന്നു കാന്തപുരം ഉസ്താദിൻ്റെയും ഖലീൽ ബുഖാരി തങ്ങളുടെയും ഒക്കെയും മറുപടി. അപ്പൊ അത്തരത്തിലൊക്കെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊന്നും വളരെ വലിയ വിശാലമായ മറുപടിയൊന്നും ഇതിന് പറയാൻ പോകുന്നില്ലെന്നായിരുന്നു, എക്കാലത്തും പറയുന്നത് പോലെ തന്നെ ആയിരിക്കുമെന്നായിരുന്നു ഞാനൊക്കെ ധരിച്ചിരുന്നതെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ആ വാചകത്തിന് തത്തുല്യമായ മറുപടി, ഒട്ടും ഏറിപ്പോയിട്ടില്ല, എന്നാൽ അതിന് അവകാശപ്പെട്ട രീതിയിൽ അത് കൊടുത്തിട്ടുമുണ്ട് എന്ന രീതിയിലായിരുന്നു. എന്നാൽ സുന്നി ഐക്യത്തിന് ഒരു കോട്ടവും സംഭവിപ്പിക്കാതെ തന്നെ ഇത്തരത്തിലൊരു മറുപടി കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ കോട്ടക്കലിൽ ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു മറുപടി കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു വാചകത്തിന് കൃത്യമായ മറുപടി അതിലുണ്ട്. നമുക്കെല്ലാം പറയുന്നതിന് മുമ്പ് ഉസ്താദിന്റെ ആ മറുപടി ഒന്ന് കേൾക്കാം. ബഹുമാനപ്പെട്ട തങ്ങളവർകളും മറ്റും സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. എന്നാൽ അവർ MLA സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത്, മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട്, തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് 2 സമസ്ത ഇല്ലാതെ ഒരു സമസ്തയായി വരാൻ, ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അപ്പൊ അതാണ് കാന്തപുരം ഉസ്താദ് പറയുന്നത്. ഞങ്ങൾ സമസ്തയിൽ നിന്നല്ല ഇറങ്ങിപ്പോയത് എന്നാണ്. ഞങ്ങൾ സമസ്തയിൽ നിന്നല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിപ്പോയത് പിന്നെ എവിടുന്നാണ്? ആ ഒരു മീറ്റിങ്ങിൽ നിന്ന് മാത്രമാണ്.
ആ ഒരു മീറ്റിങ്ങിലെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇന്ന് പുതുതായി മെമ്പർഷിപ്പ് എടുത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് കാന്തപുരം ഉസ്താദ് ഒരു ഉന്നം വെച്ചുകൊണ്ടൊരു സംസാരിച്ചത് എന്നുള്ളതാണ്. എന്നാൽ ആരെയാണ് ഈ ഉന്നം വെച്ചത്? ഇപ്പോൾ പലപ്പോഴും സുന്നി ഐക്യത്തെക്കുറിച്ചും ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്ന ചില വിഭാഗങ്ങളും മറ്റുമൊക്കെ പലപ്പോഴും രംഗത്ത് വരാറുണ്ടല്ലോ. അത്തരത്തിലുള്ള പല ആളുകൾക്കും ഈ സമസ്തയിൽ ഇത്രത്തോളം പ്രായമില്ലെന്നും സമസ്തയിൽ ഇത്രത്തോളം പരിചയമില്ലെന്നും അന്ന് എന്തിന് ഇറങ്ങിപ്പോയെന്നും അന്നത്തെ മീറ്റിങ്ങിൽ എന്ത് ചർച്ച ചെയ്തു എന്നും ഇന്നുള്ള പല ആളുകൾക്കും പുതുതായി മെമ്പർഷിപ്പ് എടുത്ത പലർക്കും അത് മനസ്സിലാവുകയില്ല എന്ന് തന്നെയാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. ഇനി അത് പുതിയ പ്രസിഡന്റായ ആരെങ്കിലുമൊക്കെ ഉന്നം വെച്ച് പറഞ്ഞതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ഉന്നം വെച്ച് പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല. അല്ലാഹു അലം റസൂലുഹു. ഏതായാലും അത് ഗർവാപ്പസിക്ക് വളരെ കൃത്യമായി, എന്നാൽ ആരെയും പറയാതെ തന്നെ ഉള്ള ഒരു മറുപടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കൃത്യമായ ഉദാഹരണവും കാന്തപുരം ഉസ്താദ് അങ്ങ് പറഞ്ഞു. MLA പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ MLA സ്ഥാനം പോവുകയില്ല എന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വലിയ ഉദാഹരണവും അങ്ങ് പറഞ്ഞു. ഇത് മാത്രവുമല്ല, നമുക്കിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സിലാകുന്നത് കാന്തപുരം ഉസ്താദ് സമസ്തയിൽ നിന്നല്ല ഇറങ്ങിപ്പോയത്, സമസ്തയെയും എടുത്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മഹാപണ്ഡിതനാണ് ഇന്ന് സമസ്തയിൽ ഇത്രത്തോളം പരിചയ സമ്പത്തുള്ള, ഇത്രത്തോളം കാലം സമസ്തയിൽ പ്രവർത്തിച്ച ഒരു പണ്ഡിതൻ ഇല്ലെന്ന നിലക്ക് കാന്തപുരം ഉസ്താദിന് വളരെ കൃത്യമായി പറയാവുന്നതാണ്. അത് മാത്രവുമല്ല, 1926 ആരംഭിച്ച ഈ സമസ്തയിൽ അതിനുശേഷം സമസ്ത അംഗീകരിച്ചിട്ടുള്ള പതാകയും അതിനുശേഷം സമസ്തയുടെ പോഷക സംഘടനകളായ SSF-ഉം SYS-ഉം അങ്ങനെ തുടങ്ങിയുള്ള സമസ്തയുടെ മുഴുവൻ സംഭവ വികാസങ്ങളും മുഴുവൻ ആധാറുകളും എടുത്തുകൊണ്ടായിരുന്നു കാന്തപുരം ഉസ്താദിൻ്റെ അന്നത്തെ പടിയിറക്കം, അന്നത്തെ ഇറങ്ങിപ്പോരൽ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി കാന്തപുരം ഉസ്താദിന് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ സമസ്തയിൽ നിന്നല്ല ഇറങ്ങിപ്പോന്നത്, മറിച്ച് ഞങ്ങൾ സമസ്തയും എടുത്തുകൊണ്ടായിരുന്നു ഇറങ്ങിപ്പോയത് എന്നിട്ട് ഞങ്ങൾ പുനഃസംഘടിപ്പിക്കുകയായിരുന്നു എന്ന് കാന്തപുരം ഉസ്താദിന് വളരെ കൃത്യമായി പറയാമെന്നുള്ളതാണ്. അത് പറയാൻ അർഹതയുള്ള ഒരു പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഏറ്റവും അർഹൻ അബ്ദുറഹ്മാൻ കല്ലായി പോലും പറഞ്ഞതുപോലെ അത് പ്രസ്താവിക്കുവാൻ ഏറ്റവും അർഹൻ, അതുപോലെ തന്നെ ഈ 100 വർഷം പ്രകാശവർഷം തികഞ്ഞു നിൽക്കുന്ന സമസ്തയുടെ 100ാം വാർഷികം പ്രഖ്യാപിക്കുവാനും ഏറ്റവും അർഹനായ പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അത് കാന്തപുരം ഉസ്താദാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദ് പറയുന്നു, ഞങ്ങൾ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല, ഞങ്ങൾ ഇറങ്ങിപ്പോയത് ആ മീറ്റിങ്ങിൽ വെച്ചാണ്. ആ മീറ്റിങ്ങിന്റെ വിഷയവും മറ്റുമൊക്കെ ഈ പുതിയ മെമ്പർഷിപ്പ് എടുത്തവർക്ക് അതൊന്നും മനസ്സിലാവില്ല, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്നുമായിരുന്നു. അതുപോലെ തന്നെ ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വായിച്ചിട്ടുള്ള പ്രമേയത്തിൽ വളരെ കൃത്യമായി അവർ പറയുന്നു എന്നുള്ളതാണ്. എന്താണ് പറയുന്നത്? അതായത് സുന്നി ഐക്യത്തിന് ഞങ്ങൾ തയ്യാറാണ്. കാന്തപുരം ഉസ്താദും അത് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സുന്നി ഐക്യത്തിന് കോട്ടം സംഭവിപ്പിക്കുന്ന രീതിയിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് ദൗർഭാഗ്യകരമാണ്. അത് നിർത്തേണ്ടതാണ്, അത് ആവശ്യമില്ലാത്തതാണ്, അത് സുന്നി ഐക്യത്തിന് കോട്ടം സംഭവിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഗർവാപ്പസി എന്നൊക്കെ പറഞ്ഞ് ഇത് ഇറങ്ങിപ്പോയവർ തിരിച്ചു വരണമെന്നൊക്കെ പോലെയുള്ള പ്രയോഗങ്ങൾ നടത്താതെ ഇരുവിഭാഗത്തെയും അംഗീകരിച്ചു കൊണ്ടുള്ള പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഏത് ചർച്ചക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന് വളരെ കൃത്യമായി പ്രമേയത്തിലൂടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിലൊക്കെ ഈ ഒരു സമ്മേളനത്തിൽ ഈ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിനയത്തോടെ പ്രതിപക്ഷ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കാന്തപുരം ഉസ്താദ് ഈ മറുപടി കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലൊക്കെ മറുപടി കോട്ടക്കൽ സമ്മേളനത്തിൽ പറയുമെന്ന് ഞാൻ ധരിച്ചിട്ടില്ല. ഒരുപക്ഷെ സുന്നി ഐക്യത്തിന് ഞങ്ങളും തയ്യാറാണ്, അതിന് മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട്, ചർച്ച തുടരാൻ എപ്പോൾ വേണമെങ്കിലും
ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു മറുപടിയിലേക്ക് ഒതുക്കുമെന്നായിരുന്നു എന്നെപ്പോലെയുള്ളവർ കരുതിയിരുന്നത്. പക്ഷേ വളരെ കൃത്യമായി കാന്തപുരം ഉസ്താദ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഞാൻ കാന്തപുരം ഉസ്താദിൻ്റെ പഴയകാല ഒരു സുന്നി ലയനത്തെക്കുറിച്ച്, സുന്നി ഐക്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുന്നികൾ തമ്മിലുള്ള ലയനമാണോ എന്ന് ഒരു പ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിക്ക് കാന്തപുരം ഉസ്താദ് വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നുണ്ട്, സുന്നി ഐക്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഘടനാ ലയനമല്ല, ഒരിക്കലുമല്ല. സംഘടനാ ലയനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രവർത്തനം നിശ്ചലമാക്കുകയും മറ്റൊരു സംഘടനയ്ക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതൊരിക്കലും പാടുള്ളതല്ല. ഇരു സംഘടനകളും ഇവിടെ പ്രവർത്തിക്കണം. അതിവിടെ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമാണ്, അതിവിടുത്തെ സുന്നികൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംഘടനയെ പ്രവർത്തനം നിശ്ചലമാക്കുന്ന സംഘടനാ ലയനമല്ല, സുന്നികൾ തമ്മിലുള്ള ഐക്യമാണ് ഇവിടെ വേണ്ടത്. ഏത് വിഷയത്തിൽ? ഇവിടെ പുത്തൻവാദികളെ നേരിടുന്ന വിഷയത്തിലാണ് പ്രധാനമായും ഈ സുന്നികൾ തമ്മിൽ ഐക്യമുണ്ടാകേണ്ടത്. അത് തന്നെയാണ് ഇന്നലെ കോട്ടക്കലിൽ നിന്നും സമസ്തയുടെ പ്രമേയം എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് ഉസ്താദ് വായിച്ചിട്ടുള്ളത്. ആ പ്രമേയത്തിൽ പറയുന്നത് സമസ്തയുടെ സ്ഥാപിത താല്പര്യം നിലനിർത്തുന്നതിന് വേണ്ടി സുന്നികൾ തമ്മിൽ ഐക്യപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ്. ഈ ഒരു ആശയം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. കാന്തപുരം ഉസ്താദ് ഒരു നിലപാട് പറയുന്നത് അത് കാലം കഴിയുമ്പോൾ മാറ്റിപ്പറയുന്ന ആളല്ല കാന്തപുരം ഉസ്താദ്. വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആരോഗ്യവാനായി കർശനത്തോടെ പ്രസംഗിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ കാലത്ത് ഉസ്താദ് പറഞ്ഞ അതേ നിലപാട് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെയിം അതേ നിലപാട് തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം കോട്ടക്കലിൽ നിന്നും കാന്തപുരം ഉസ്താദും പേരോട് ഉസ്താദും പറഞ്ഞിട്ടുള്ളത്. സുന്നി ഐക്യത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഏത് രീതിയിൽ? സമസ്തയുടെ സ്ഥാപിത താല്പര്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി. എന്താണ് സമസ്തയുടെ സ്ഥാപിത താല്പര്യം എന്ന് പറയുന്നത്? അത് പുത്തൻവാദികളെ നേരിടാൻ വേണ്ടിയാണ് ഇവിടെ 1926 സമസ്ത രൂപീകൃതമായത്. അത്തരത്തിൽ പേന കൊണ്ട്, പ്രസംഗങ്ങൾ കൊണ്ട്, മറ്റ് സമ്മേളനങ്ങൾ കൊണ്ട് പുത്തൻവാദികളെ നേരിടുന്ന വിഷയത്തിൽ സുന്നികൾ ഐക്യപ്പെടണമെന്ന് തന്നെയാണ് ഇന്നലെയും മറുപടി പറഞ്ഞിട്ടുള്ളത്. അന്നും ഇന്നും ഒരേ നയമാണ്. സമസ്തയിൽ നിന്നല്ല, സമസ്തയും കൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഇറങ്ങിപ്പോകുന്നത് എന്ന് നമുക്ക് ഈ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാവുകയാണ്. തൽക്കാലം വിട. വീണ്ടും കാണാം.